പാലാ ട്രിപ്പിൾ ഐറ്റിക്ക് സമീപം, പാലാ എറണാകുളം റോഡിൽ പാലാ ട്രിപ്പിൾ ഐറ്റിക്ക് സമീപം. ട്രിപ്പിൾ ഐറ്റിയുമായിട്ട് ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ കഷ്ടിച്ച് ദൂരമേ ഉള്ളൂ. അവിടുന്ന് ഒരു നല്ലൊരു 10 സെന്റ് സ്ഥലത്തില് 1700 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള 1750 സ്ക്വയർ ഫീറ്റോളമുള്ള നല്ലൊരു 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക്. ഈ തടിയുടെ പണികൾ, കൊത്തുപണികൾ അല്ലെങ്കിൽ തടിയുടെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് കാണിക്കേണ്ടത്. അതുപോലെ മലയോര മേഖലകളിൽ നിന്ന്, പൂഞ്ഞാറൻ മലയോര മേഖലകളിൽ നിന്ന് തടി വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് അത് നല്ല കാതലുള്ള തടി തന്നെ വെട്ടിയെടുത്ത് നല്ല കല്ലൻ തേക്ക് എന്ന് പറയും, വെള്ളത്തേക്ക്, കല്ലൻ തേക്ക്, അങ്ങനെയൊക്കെ തേക്കുകൾക്ക് പല പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കല്ലൻ തേക്ക് തന്നെ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന തേക്കൻ തടി കൊണ്ട് കംപ്ലീറ്റ് പണി തീർത്തിട്ടിരിക്കുന്ന ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക്. ആ വീട് ഇതുപോലെ തടിയുടെ ക്വാളിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള തടികൾ തന്നെ ചെയ്തിരിക്കുന്ന, അതുപോലെ ബാത്റൂം ഫിറ്റിങ്സുകളായിക്കോട്ടെ, വയറിങ്, പ്ലംബിങ്, എല്ലാ സംഭവങ്ങളും പക്കയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക്. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ്. ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ. നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. ഇതാ മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ. പാലാ ട്രിപ്പിൾ ഐറ്റിക്ക് സമീപമുള്ള അടിപൊളി വീട് വിൽപ്പനയ്ക്ക്. നമ്മൾ ആദ്യം ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈവേയിൽ നിന്നും വെറും 200 അല്ലെങ്കിൽ 300 മീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ ഒരു ടാർ റോഡ് വീട് വരെയുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ട്രിപ്പിൾ ഐറ്റിയുടെ ഹോസ്റ്റലുകളൊക്കെ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഇവിടെ ഇതാ 10 സെൻറ്റ് സ്ഥലത്തിൽ, 10 സെൻറ്റ് സ്ഥലം എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ 10 സെൻറ്റിൽ കൂടുതൽ വേണമെങ്കിലും ഇതിനോട് സമീപത്തുനിന്ന് തന്നെ കിട്ടാനുണ്ട്. ഒരു 5 സെൻറ്റോ 6 സെൻറ്റോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ 16 സെൻറ്റ് സ്ഥലവും വീടും എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കാർ പോർച്ച് കണ്ടോ, നല്ല വലിപ്പമുള്ള കാർ പോർച്ചിന് ഡബിൾ പില്ലർ കൊടുത്തിട്ട്, ഡബിൾ പില്ലറിൽ 2ലും ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ഭയങ്കര ക്യൂട്ടായി. അപ്പോൾ അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല മേഖലയിലാണ്, നല്ല രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം പോകാം. ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്ന സിറ്റ് ഔട്ട്, വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. എങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ ഇതുണ്ടാകും ഗാർഡൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് എല്ലാം നമുക്ക് നല്ല, ഓരോ പണിയിലും അതിൻ്റേതായ, ഞാൻ കുറേ സമയം വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ കുറേ സമയം നടന്ന് കണ്ടു. ഈ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന സിറ്റ് ഔട്ട് ഒക്കെ ആണെങ്കിൽ എത്ര നല്ല ഭംഗിയാണ്, എത്ര നല്ല ടൈലാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാം. കാരണം ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകൾക്കും നമ്മളതിന് മൂല്യം കൊടുക്കേണ്ടത് തന്നെയാണ്. അവിടെ നല്ലൊരു സിറ്റ് ഔട്ട്, അവിടെ ഒരു സ്റ്റോർ റൂം, വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ്, തുണി തേക്കാനായിട്ടുള്ള പോയിൻ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ, പുറകിൽ വെറുതെ ഒരു വാഷ് ബേസിൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. മുകളിലോട്ട് കയറാൻ സ്റ്റെയർ കേസ് വാർത്ത് തന്നെ, കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് അതിൻ്റെ അടിയിലും കബോർഡ് പോലെ ഫെറോ സ്ലാബ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര കാല് വയ്യാത്തവർക്ക് അല്ലെങ്കിൽ മുട്ട് വയ്യാത്തവർക്ക്, മുട്ടിന് വേദനയുള്ളവർക്കും കയറിപ്പോകാവുന്ന രീതിയിൽ നല്ല സ്ലോപ്പ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സ്റ്റെയർ കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ മുകളിലേക്ക് കയറി വാട്ടർ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണിത്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീട്, എല്ലാം നല്ല ക്വാളിറ്റിയിൽ. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയണമെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് മണലരിച്ചുകൊണ്ടിരുന്നൊരു അരിപ്പ ഇവിടെ ഇരിപ്പുണ്ട്. അത് അരിപ്പ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അത് എന്താണിരുന്നു അതിൻ്റെ ഉപയോഗം എന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് വരുമ്പോൾ ഉടമസ്ഥനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കാരണം പഴയ കാലത്തെ മണലിരിക്കുന്ന അരിപ്പ ഇന്നാരും കണ്ടിട്ടുണ്ടാവില്ല. അവൾ അങ്ങനെ ഒരു അരിപ്പ ഇവിടെ ഇരിപ്പുണ്ട്. അവളിത് നമ്മൾ വീണ്ടും ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. നല്ല മുറ്റമുണ്ട്, നല്ല മുറ്റം. ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പന്തലൊക്കെ ഇടുവാനായിട്ട്, കഴിഞ്ഞ ദിവസം വീട് കാണുവാനായിട്ട് വന്ന ഒരാൾ പറഞ്ഞു, വീട്ടിലൊരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാന അല്ലെങ്കിൽ മാമോദിസ അല്ലെങ്കിൽ ഒരു പേരിടിയിൽ, നൂലുകെട്ട് പോലെയുള്ള എന്ത് ചടങ്ങ് വന്നാലും ഒരു ചെറിയൊരു പന്തലിടാനെങ്കിലുമുള്ള ഒരു സ്പേസ് മുറ്റത്തിന് വേണം. അങ്ങനെ ഒരു മുറ്റമെങ്കിലും വേണമല്ലോ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ ഒരു മുറ്റമൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളൊക്കെ വണ്ടിക്കൊക്കെ വരുവാണെങ്കിൽ എന്താ പറയുക, വണ്ടിയൊക്കെ കയറ്റി വീട്ടിൽ തന്നെ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാം. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ, തേക്കൻ തടി കൊണ്ടുള്ള ഡോറുകൾ എല്ലാമാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ജനൽപ്പാളികളും ഡോറുകൾ, വാതിലുകൾ എല്ലാം കൊടുത്തിരിക്കുന്നത് തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ്. ഈ തേക്കിൻ്റെ തടിയുടെ ഒരു കളറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മലയോര മേഖലയിൽ നിന്ന്
70, 80, 90, 100 ഇഞ്ചുള്ള തടി വെട്ടിയാൽ മാത്രമേ, അതും വർഷങ്ങൾ 100 ഇഞ്ച് വണ്ണമൊക്കെ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നൊരു തടി വളരണമെങ്കിൽ അത് 100 വർഷമെങ്കിലും കഴിയണം. അതുപോലെ വർഷം പഴക്കമുള്ള നല്ല തടികളാണ് ഇത്. മേളിലൂടെ തടി കൊണ്ടൊരു ചെറിയൊരു സീലിംഗ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു സ്വീകരണ മുറിയുടെ സമീപത്ത് തന്നെ നല്ല ഒരു TV യൂണിറ്റിൻ്റെ പോയിൻറ്റും കൊണ്ട്, അതും തേക്കൻ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. തേക്കൻ തടിയുടെ ഒരു എന്താ പറയുന്ന ഒരു മ്യൂസിയം എന്ന് തന്നെ തോന്നാം. അത്രയ്ക്ക് ഭംഗിയാണ് തേക്കൻ തടിയുടെ വർക്കുകൾ. ഇതുണ്ട് തേക്കൻ തടി കൊണ്ടുള്ള ഒരു രൂപക്കോട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് പക്ക തേക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെയുള്ള തേക്കൻ തടി കൊണ്ടുള്ള വർക്ക് കാണണമെങ്കിൽ അത് പാലാ സൈഡിലേക്ക് വരണമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സത്യം തന്നെയാണ്. അസാമാന്യമായിട്ടുള്ള തേക്കൻ തടി വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. ഇത് ബെഡ്റൂമിലേക്കുള്ള ഡോറും തേക്ക് തന്നെ. ഇവരുടെ ഒരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കോർണർ വിൻഡോയുടെ കട്ടള, നടുവിലുള്ള കട്ടള അതും തേക്കാണ്. പാളികൾ തേക്കാണ്. ഇത് പ്ലാവ് കൊണ്ടുള്ള ഒരു തടി ഇത് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു കളർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കബോർഡ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് തേക്കാണ്. അതുപോലെ തന്നെ ഇനി ആകെപ്പാടെ പണി ഫിനിഷ് ചെയ്യാനുള്ളത് ഈ ബാത്റൂം പിന്നെ ഡോറ് കൊടുത്തിട്ടില്ലെന്നുള്ളത് മാത്രം. അത് ഡോർ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്, വന്നാൽ ഉടനെ ഫിറ്റ് ചെയ്യുന്നതുമാണ്. ഈ കബോർഡുകളൊന്ന് കണ്ടു നോക്കിക്കുക. നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകൾ, അതും തടി കൊണ്ട് തന്നെ, തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകൾ. ഒരു ബെഡ്റൂമിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ള നല്ല കബോർഡ് വർക്കുകളാണ് കണ്ടത്. നല്ല ബാത്റൂം, നല്ല ടൈലൊക്കെ വെട്ടിയെടുത്ത് നല്ലപോലെ. ഈ ടൈൽ ഒട്ടിക്കുമ്പോൾ വീട് പണിയിപ്പിച്ചിട്ടുള്ളവർക്ക് അറിയാം, ടൈൽ ഒട്ടിക്കുമ്പോൾ ടൈല് പ്ലെയിനായിട്ട് ഒട്ടിക്കുന്നതും അത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതിനൊക്കെ ഇരട്ടി പൈസയാണ്. അപ്പോൾ അതെല്ലാം ഒരു കുറവും കൂടാതെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ മിററുണ്ട്, മിറർ ലാമ്പുണ്ട്, വാഷ് ഏരിയ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ബെഡ്റൂമിലേക്ക് കയറി. ആദ്യത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ദൃശ്യങ്ങളിലൂടെ അങ്ങ് പോകാം. TV യൂണിറ്റിൻ്റെ സൈഡിലൂടെ, പ്രെയർ ഏരിയയുടെ സൈഡിലൂടെ നമ്മൾ ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ് ഏരിയയുടെയും ഒരു പാർട്ടീഷൻ വർക്ക്, തേക്കൻ തടി കൊണ്ടുള്ളൊരു പാർട്ടീഷൻ വർക്ക് കണ്ടുകൊണ്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു. ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ മുകളിലും തേക്കൻ തടി കൊണ്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ, നല്ലൊരു ഡിസൈനാണത്. ഇവിടുന്ന് ഈ രണ്ട് ബെഡ്റൂം ഈ സൈഡിലാണ്. ഈ ബെഡ്റൂമിൻ്റെ ഇതെല്ലാം തേക്കൻ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഡോറുകൾ, നല്ല പോളിഷ് ചെയ്തിരിക്കുന്ന ഡോറുകൾ. ഇവിടെ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നല്ല ജനൽപ്പാളികൾ, രണ്ട് പാളി വെച്ചുള്ള 2 ജനലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൂടെ തേക്കൻ തടി കൊണ്ടുള്ള ഒരു പാനലിംഗ് വർക്ക് നമുക്ക് കാണാം, ഒരു ഡിസൈൻ വർക്ക്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഹൈവേയുമായിട്ട് ബസ് റോഡുമായിട്ടുള്ള ദൂരം ഒരു 300 മീറ്റർ കൂട്ടിക്കും. മാക്സിമം 300 മീറ്റർ ദൂരമാണ് ബസ് റോഡുമായിട്ടുള്ളത്. നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്, അല്ലാതെ ഫാക്ടറികളോ കോളനികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ശല്യങ്ങളോ ഒന്നുമുള്ള ഒരു മേഖലയല്ല. വലവൂർ IIITയെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും കേൾക്കാത്തവരും ഉണ്ടാവും. അവർ കേന്ദ്ര സർക്കാർ 100 ഏക്കർ സ്ഥലമാണ് വലവൂർ ഭാഗത്ത് എടുത്തിരിക്കുന്നത്. ആ 100 ഏക്കർ സ്ഥലം എടുത്തിട്ട് തന്നെ 5-8 വർഷമായി. അന്ന് തൊട്ട് കെട്ടിടങ്ങളുടെ പണി ആരംഭിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. IIIT എന്ന് പറയുന്നത് ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സ്റ്റാൻഡേർഡുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു മേഖലയാണ് IIIT എന്ന് പറയുന്നത്. അവിടെ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് അവിടെ കെട്ടിടങ്ങളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു വൻ നഗരത്തിലേക്ക് കയറുന്ന പോലെയാണ്. ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറിയാൽ ചുമ്മാ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ വലവൂർ IIIT എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഇനി അതിനകത്ത് അടുത്തൊരു പ്രൊജക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലെ ഒരു ടെക്നിക്കൽ ഒരു പാർക്ക് വരികയാണ്, ഒരു IT പാർക്ക് വരികയാണ്. IT പാർക്കിനും കൂടി അതിനകത്ത് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു കഴിഞ്ഞു. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10 അല്ല ഒരു 20 കിലോമീറ്റർ അതിൻ്റെ തരംഗങ്ങൾ പാലാ മാത്രമല്ല, പാലായ്ക്ക് അപ്പുറത്തേക്ക് വരെ പോകും. അതുപോലെ തന്നെ ഉഴവൂര്, കൂത്താട്ടോളം വരെയും അതിൻ്റെ തരംഗങ്ങൾ വരും. കാരണം നമുക്കറിയാം പാലായിൽ ബ്രില്യൻ്റ് കോളേജ്, ബ്രില്യൻ്റ് എഡ്യൂക്കേഷൻ സെൻറ്റർ വന്നു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം വികസനമാണ് പാലായിൽ, മുത്തോലി, ചേർപ്പങ്കൽ, പാലാ മേഖലയ്ക്ക് വന്നിരിക്കുന്നത്. എത്ര പേരാണ് ഹോസ്റ്റലുകളുമായിട്ടും അങ്ങനെയൊക്കെയുള്ള എത്ര പേർക്കാണ് ഒരു ജീവിതമാർഗം കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയുള്ള അതിനേക്കാളും വലിയൊരു സംരംഭമാണ്
അതിലും വലിയൊരു സംരംഭമാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടയം ജില്ലയുടെ ഒരു 3/4 ഭാഗത്തും അതിൻ്റെ തരംഗങ്ങൾ എത്തും. അതായത് IT പാർക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാണ്. വലവൂർ ഭാഗത്ത് സ്ഥലത്തിന് വില കൂടിയതും ഇതുകൊണ്ട് തന്നെയാണ്. സ്ഥലത്തിനൊക്കെ ഭയങ്കര മൂല്യമാണ് വലവൂർ ഏരിയയിൽ. അപ്പോൾ അങ്ങനെ IITയുമായിട്ട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ല റെസിഡൻഷ്യൽ മേഖലയാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ വേറെ ഫാക്ടറിക്കോ പുകശല്യങ്ങളോ പൊടിശല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശല്യങ്ങളുമില്ല, ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫാമിലിയായിട്ട് ജീവിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രദേശം തന്നെ. കൂടുതൽ സംസാരിച്ച് വരുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മറന്നു പോകും. കിച്ചണിലേക്ക് നമ്മൾ കയറുകയാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ ഇത് ഓപ്പൺ കിച്ചൺ, തേക്കൻ തടി കൊണ്ടുള്ള വർക്ക്. തേക്കൻ തടി എന്ന് പറഞ്ഞ് ഈ വീട് കംപ്ലീറ്റ് തേക്കൻ തടിയെക്കുറിച്ച് വർണ്ണിച്ചു പോകും ഞാൻ. അത്രയ്ക്ക് തേക്കൻ തടിയുടെ ഒരു കലവറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് വർക്ക് ഏരിയയാണ്. അതിനപ്പുറത്ത് കിച്ചണുണ്ട്. ഇതാ കിച്ചണുണ്ട്. മുഴുവൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ. ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കാനുണ്ട്. ടൈലൊട്ടിച്ചിരിക്കുന്ന ഭിത്തി കംപ്ലീറ്റ് ടൈലൊട്ടിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ യൂസ് അല്ലേ, അച്ചാറോ അല്ലെങ്കിൽ മീൻചാറോ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ കോരുമ്പോഴോ ശകലം ഈ ഭിത്തിയിലോട്ട് തെറിച്ച് കഴിഞ്ഞാൽ നനഞ്ഞ തുണി മതി തുടച്ച് വൃത്തിയാക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ പെയിൻ്റ് ആണെങ്കിൽ അതിനകത്ത് പെയിൻറ്റ് നമ്മൾ അടുത്ത കോട്ട് പെയിൻറ്റ് അടിക്കുന്നിടം വരെ അത് നമ്മൾ പെയിൻറ്റിൻ്റെയൊക്കെ പരസ്യങ്ങൾ കാണുന്നത് പോലെ എത്ര നല്ല പെയിൻറ്റ് അടിച്ചാലും അത് നമ്മൾ അടുത്ത പെയിൻറ്റിങ് വരെ ആ കളർ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഈ കിച്ചൻ്റെ അകത്ത് മൊത്തം ടൈലൊക്കെ ഒട്ടിച്ച് തേക്കൻ തടി കൊണ്ടുള്ള കബോർഡൊക്കെ ചെയ്ത് വർക്ക് ഏരിയയിലും അതുപോലെ തന്നെ ചെയ്ത് നല്ലൊരു ഡിസൈനായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന ടൈല്. ഇവിടെ നിന്ന് ഈ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പുറത്തോടെ കണ്ട സീനറി കാണുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുറത്തൊരു ചെറിയൊരു സ്റ്റോർ റൂം, അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ളൊരു പോയിൻ്റായിരുന്നു ഇവിടെ കൊടുത്തത്. അവന് അപ്പുറത്തും വാഷിംഗ് മെഷീൻ എടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ തുണിയൊക്കെ തേക്കാനായിട്ടുള്ള ടേബിളൊക്കെ ഇട്ട് വേണമെങ്കിൽ ആ ഒരു കണ്ടീഷനിലാക്കാം എന്ന് ഉടമ പറയുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോർ റൂം. നമുക്കൊരു വീടിന് എപ്പോഴും ഒരു സ്റ്റോർ റൂം എത്രയും നല്ലതാണ്. നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം ഇപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ പയറ്, പഞ്ചസാര പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ 1 കിലോയ്ക്ക് പകരം 2 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ പുറകിലെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ പുറത്തോടെ നടന്നു പോയപ്പോൾ കണ്ടതാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ്, സോപ്പ് പൊടിയൊക്കെ വെക്കാനായിട്ട് വേറൊരു ബോക്സ് പോലെ ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ ഒരു വീട് ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. അതുപോലെ എനിക്ക് തോന്നിയൊരു നല്ലൊരു പെർഫെക്റ്റ് വീടാണ് ഈ വീട്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നേരിട്ട് വന്നൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്നോ നേരിട്ട് വന്നൊന്ന് കണ്ടു നോക്കിക്കോളൂ. മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് വന്നാലും ഈ വീടും സ്ഥലവും കൊണ്ടുപോയി കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് എക്സ്ട്രാ ഒരു സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കിട്ടാനും സൗകര്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, വിഷമുള്ള പച്ചക്കറിയൊക്കെ കഴിക്കാതെ അടുക്കളത്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ ഒരു 5-6 സെൻറ്റും കൂടെ കൂടുതൽ വേണമെങ്കിൽ അതുകൂടി നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു 16 സെൻറ്റ് സ്ഥലവും വീടും കൂടി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലവും ഈ വീട് വന്ന് കാണുക. നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടമായാൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനച്ചൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.